LDF പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഒക്ടോബർ 2-ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് സമ്മേളനം നടക്കുക. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ മുഖ്യാതിഥിയാകും. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, പലസ്തീൻ ഐക്യദാർഢ്യത്തിന് ഇടതുമുന്നണി ഒരുങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ശ്രുതി, ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് കോഴിക്കോട് മുതലക്കുളത്ത് LDF ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ ആയിരിക്കും ഈ പരിപാടിയുടെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. കോഴിക്കോട് LDF ജില്ലാ കമ്മിറ്റിയാണ് സംഘാടകരെന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയ്ക്കകത്തുള്ള LDFിലെ ആളുകളായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 10,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. CPM നേതൃത്വം നൽകുന്ന ഭരണഘടനാ സംരക്ഷണ സമിതി കഴിഞ്ഞ 2023 നവംബർ മാസത്തിലും സമാനമായ രീതിയിൽ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ആ സമ്മേളനത്തിലേക്ക് മുസ്ലിം ലീഗിലെ നേതാക്കളൊക്കെ തന്നെ ക്ഷണിച്ചത് വലിയ വിവാദമായിരുന്നു. അവർ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ സംസ്ഥയിലെ ചില നേതാക്കൾ അന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗും കോൺഗ്രസ് ഒക്കെ തന്നെ കോഴിക്കോട് കടപ്പുറത്ത് സമാനമായ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ഇക്കുറി LDF ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് LDFിനകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒപ്പം തന്നെ LDFിനെ പിന്തുണയ്ക്കുന്നവർ മാത്രമായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് സംഘാടകർ പറയുന്നത്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക്, അതായത് പലസ്തീന് പിന്തുണ കൊടുക്കുന്ന ആളുകൾക്ക് പരിപാടിയിൽ ഭാഗമാകാമെന്നൊരു അഭ്യർത്ഥന കൂടി CPM LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും 10,000-ഓളം വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി സംഘടിപ്പിക്കാൻ പോവുക. പക്ഷേ കോൺഗ്രസ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തിയുള്ള പരിപാടി മാത്രമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ കാണുകയും ചെയ്യുന്നത്. ശ്രുതി.